ഭഗവതിയുടെ അമ്പലത്തിൽ ഒന്ന് മുരുകനെ വിളിക്കേ. ഇതെന്താ കഥ? ആ തെച്ചിക്കാട്ടിലെ അയമ്മയ്ക്ക് ഭ്രാന്താണോ? അല്ല, വട്ട. ഓഹോ. തെച്ചിക്കാട്ടിലെ യശോദരമ്മ എന്ന് പറഞ്ഞ അതൊരു സംഭവ എന്ന് വെച്ചാൽ തെച്ചിക്കാട്ടിലെ അച്യുതൻകുട്ടിയുടെ ചെറിയമ്മയ്ക്ക് എന്താ അസുഖം എന്ന് ചോദിച്ചാ എന്താ പറയാ? അല്ല, എന്താ പറയാ? വട്ട് അല്ല, ഒരു തരം ഭ്രാന്ത്. ആരാണ്ട തള്ളയ്ക്ക് ഭ്രാന്തിളകിയ കാണാൻ നല്ല ചേലാന്ന് പറയരുത് മോനെ. മനസ്സിലേടെ പട്ടി. ഹരഹരോ ഹരഹര ഹരഹരോ ഹരഹര ഹരഹരോ ഹരഹര ഹരഹരോ ഹരഹര. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാരാമ രാമ ശ്രീരാമ രാമ രാമ. എന്റെ അമ്മ ഒന്ന് പതുക്കെ. എന്നും രാവിലെ ഇരുന്ന് പാടിക്കോളൂ മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട്. എടീ ഭദ്രേ, ചായ പേപ്പറും. ഓ, തെച്ചിക്കാട്ട് അച്യുതൻകുട്ടി ഇന്ന് ഇത്തിരി നേരത്തെയാണല്ലോ. ഹരഹരോ ഹരഹര ഹരഹരോ ഹരഹര ഹരഹരോ. യശോദരെ, എന്താ നീ കാട്ടണേ? ആരാ നിന്നോട് പറഞ്ഞേ കുളത്തിൽ പോയി മുങ്ങാൻ? ഒരു വിളി വന്നു. പഴനിമലയിൽ നിന്ന് സാക്ഷാൽ സുബ്രഹ്മണ്യൻ. 31 നാൾ വ്രതം, എന്നിട്ട് മല കയറി ചെന്ന് ദർശനം. ഹരഹരോ ഹരഹര. എവിടെയെങ്കിലും പോയി അടങ്ങിയിരുന്നോണം. ഒന്നും കൊണ്ടുപോയി കിണറ്റി കൊണ്ടിടരുത്. അച്ചോൻകുട്ടിയുടെ കയ്യിന്ന് കഴിഞ്ഞോണ കിട്ടിയ ഓർമ്മയുണ്ടല്ലോ. അവന് ഞാനൊരു സമ്മാനപ്പൊതി വെച്ചിട്ടുണ്ട്, കാർക്കോടകൻ. ഹരഹരോ ഹരഹര ഹരഹരോ ഹരഹര. എന്റെ വരപ്പാ, ഇവളെ കൊണ്ടു അക്കൂസ് വെള്ളം വെക്കുമ്പോ പാത്രം നിറയെ വെച്ചൂടെ? നഴ്സമ്മോട് ഉണ്ടായിരുന്നോ? കുളിമുറി ചൂടുവെള്ളം വേണം. എന്റെ ഷർട്ട് മുണ്ട് ഇസ്തിരിട്ട് വെച്ചിട്ടുണ്ടോ? രാവിലെ തൃശ്ശൂർക്ക് പോണം. ഇതിനെല്ലാം ഞാൻ ഒരുത്തിയല്ലേ ഉള്ളൂ ഇവിടെ. നിനക്ക് 2 ദാസുകളെ ശമ്പളത്തിന് വെക്കാൻ ഞാൻ. ഷർട്ടും മുണ്ടും നല്ല വാടി പോലെ കിട്ടിയില്ലെങ്കിൽ എന്റെ വായിന്ന് കേൾക്കുന്നീ. ഇന്ന് ജില്ലാ കമ്മിറ്റി മീറ്റിംഗ് ഉള്ളതാ. അവിടെ എരപ്പ വേഷത്തിൽ ചെന്ന് കയറാൻ പറ്റില്ല. ഇതുപോലുള്ള രാഷ്ട്രീയക്കാരെ മുഴുവനും കൂടി ഇവിടുന്ന് കപ്പൽ കയറ്റി വിടുന്ന ദിവസം ഈ നാടിന് മോക്ഷം കിട്ടുക. ഭദ്രേ, അന്ന് വല്യമ്മാവൻ കത്തി നിൽക്കണ കാലം പൊന്നാനി താലൂക്കില്. ഭദ്രേ, നീ ഇറങ്ങണില്ലേ? ശാരദ, 2 മിനിറ്റ് ബസ് അതിന്റെ പാട്ടിന് പോകൂട്ടോ. ഇപ്പൊ വരാം. ശാരദ, ശാരദേട്ടത്തി. എന്താ കുട്ടിയെ, ധർമ്മം വീട്ടില്ലേ? ഇല്ല, ഡ്യൂട്ടിയില്ല. കല്യാണം അങ്ങോട്ട് കഴിഞ്ഞൂന്ന് വെക്ക. തീരുവോ ശാരദേട്ടത്തി പ്രശ്നങ്ങള്? അപ്പൊ ലോകത്തിലെ മുഴുവൻ പ്രശ്നങ്ങളും തീർന്നിട്ട് കല്യാണം കഴിക്കാൻ നിൽക്കാ നീ? ലോകത്തിന്റെ അല്ല, എന്റെ വീടെന്ന് പറയണ 3-4 ലോക രാഷ്ട്രം ഉണ്ടല്ലോ, അവിടുത്തെ പ്രശ്നങ്ങളായി പറയണേ. ഭാമ കോഴ്സ് കഴിഞ്ഞ് വരാൻ ഇനിയിപ്പോ അധികമൊന്നുമില്ല. വന്നിട്ട് കാണാം. അവള് നിന്നെ പോലെ പൊട്ടിയാവില്ല. നിന്നെ പോലെ ഒരു കറവ് പശു ആൻ അവള് നിൽക്കുമെന്ന് കണ്ടെന്നെ അറിയണം. സതീശോ, സമയം 9:15. കിഴക്കോട്ടുള്ള സൂപ്പർ ഫാസ്റ്റ് പോകുന്നുണ്ട്. അതേടാ, മുമ്പിൽ വന്ന് ചാടണ്ട, മോന്ത പൊളിയും. ആ തെച്ചിക്കാട്ടിലെ എക്സ്പ്രസ് അടിച്ച് ചത്താലെന്താ ചാരുതെടുത്തേ? മോനെ, നിനക്ക് അമ്മയും പെങ്ങളും ഇല്ലേന്ന് ഞാൻ ചോദിക്കില്ല. പക്ഷേ അവരോട് പറഞ്ഞ് ശീലിച്ചതേ നാട്ടിലെ പെണ്ണുങ്ങളോട് പറയരുത്. ദാ, ഒരു പോലീസുകാരന്റെ ഭാര്യയാണെന്നുള്ള ദുരഭിമാനം കൊണ്ട് പറയല്ല. ഈ കൈ അങ്ങോട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ. ഭാഗ്യം നമ്മള് സമയത്തിന് അതേ ബസ് വന്നു. ഒന്ന് വേഗം ഇറങ്ങി, ഞങ്ങൾക്ക് കേറണം. മോളെ, മോള് തെച്ചിക്കാട്ടിലെ അച്ചൻകുട്ടി സാറിന്റെ പെങ്ങളല്ലേ? മോളെ ഒന്ന് ചോദിക്കട്ടെ. എന്താ ഇത്? എനിക്ക് ബസ്സിൽ പോണം. ഒന്ന് വീടോ, എനിക്ക് പോണം. ഞാൻ കുറെ ദൂരത്ത് വരികയല്ലേ മോളെ. എന്തായി കാണിക്കണം? ഏതായി തള്ള? ബസ് പോയി. ബസ് പോട്ടെ, ഇനി വരും. തെച്ചിക്കാട്ടിലെ അച്ചൻകുട്ടി സാർ ഇപ്പൊ എവിടെ ഉണ്ട് മോളെ? അതെ, ഞാൻ ഹെഡ് കോൺസ്റ്റബിൾ ധർമ്മന്റെ ഭാര്യ ശാരദ.
നിങ്ങൾ ആരാ? ആ നായിന്റെ മോനുണ്ടല്ലോ ഇവളുടെ ആങ്ങള. അവൻ കാരണം കണ്ണീര് കുടിക്കേണ്ടി വന്ന ഒരു സാധുവാണ് ഞാൻ. എന്റെ മോന് വില്ലേജ് ഓഫീസിൽ ജോലി വാങ്ങി കൊടുക്കാന്നും പറഞ്ഞ് എന്നെ കൊണ്ട് ആകണ്ടായിരുന്ന 6.5 സെന്റ് പണയം വെപ്പിച്ചിട്ട് 5000 ഉറുപ്പിക കൊണ്ട് ആ കാലമാടം പോയത്. ഒരാണും തുണിയില്ലാത്ത എന്റെ ഗതി എന്താണെന്നറിയോ? ഇപ്പൊ കിടപ്പാടം വിട്ട് നടു റോഡിലേക്ക് ഇറങ്ങേണ്ടി വരും. അല്ല, അതൊക്കെ ഇപ്പൊ ഈ കുട്ടിയോട് പറഞ്ഞിട്ടെന്താ? പിന്നെ നിന്റെ തലോടാണ് പറയേണ്ടത്. ഓടപ്പുറം എച്ചിത്ര ഇവളും കൂടെ അറിയണം. അറിഞ്ഞിട്ട് ഒരു പരിഹാരം ഉണ്ടാക്കണം. വലിയ പൗരുടെ രാവിലെ സാരിയെ ചുറ്റി ഇറങ്ങണുണ്ടല്ലോ. ഇത്രയും നാളാ തെണ്ടീനും തപ്പി നടന്നു ഞാൻ. മാഷിയിട്ട് നോക്കിയിട്ട് കിട്ടിയില്ല. വീടും വിലാസവും കിട്ടിയത് ഇപ്പഴാ. ഇനി ഞാൻ അങ്ങോട്ട് വരും. ഭാർഗവേ ശരിക്കും അറിയില്ല നിനക്ക്. വന്ന എന്റെ പൈസയും വെച്ചിട്ടേ ഭാർഗവി പോകൂ. എന്താ പ്രശ്നം? ഒന്നുമില്ല. പയങ്കുളത്തിന് മച്ചിക്കേ പേറ്റ് നോവ്. ആ പേരെടുക്കാൻ പോണ്ട കാര്യത്തിനെ പറ്റി പറഞ്ഞതാ. എന്താടാ നീയും പോരുന്നോ? അരുൺ ഡോക്ടർ വിളിക്കുന്നു. എന്താ ഒരു പൂപ്പുഞ്ചിരി? ഹേയ്, ഒന്നുമില്ല. പ്രഥമനും പാൽപ്പായസം അകമ്പടിയായി ഒരു സദ്യ കിട്ടാനുള്ള യോഗം ഉണ്ടെന്ന് തോന്നുന്നു അടുത്ത് തന്നെ. ലീവ് എടുത്ത് ഒരു ദിവസം ഗുരുവായൂർ വെക്കുള്ളൂ. ഇപ്പൊ കല്യാണങ്ങളുടെ സീസണാ. ഭഗവാനെ തൊഴാം, ഓസിന് എവിടെന്നെങ്കിലും ഞണ്ണേം ചെയ്യാം. നിന്നോടാ ചോദിച്ചത്? എന്റെ കണ്ണട എടുത്ത് കിണറ്റി കൊണ്ടുപോയി ഇട്ടോ നീ? എത്ര ചോദിച്ചാലും ഞാൻ ഇല്ലാന്നേ പറയും. തൂണിൽ പിടിച്ചു കെട്ടി ചൂരിൽ മയക്കാൻ അറിയാം. എനിക്ക് സത്യം പറയാൻ അറിയാലോ. എന്താ അവിടെ? ഈ വീട് മുഴുവൻ പരതി ഞാൻ എന്റെ കണ്ണട കാണാനില്ല. ഈ മൂദേവി എടുത്ത് കിണറ്റി കൊണ്ടുപോയി ഇട്ടാ. മൂദേവി നിന്റെ അച്ഛൻ. വേണ്ട വലിയമ്മേ, തല്ലണ്ട. ഭ്രാന്ത, മുഴു ഭ്രാന്ത്. വലിയ ആശുപത്രി ഉണ്ടാക്കണം. വീട്ടിൽ പൊടിപ്പിക്കാൻ പറ്റൂല. ഇങ്ങ് വാ, ആസ്പത്രി കൊണ്ടുപോയി നിന്നെ ഞാൻ എടുത്തോളാം കേട്ടോ. ഇങ്ങോട്ട് വരാൻ എന്തിനാ ചെറിയമ്മ ഇങ്ങനെ ഓരോന്ന് ഒപ്പിക്കണത്? ഭ്രാന്ത് കുറച്ചുണ്ടെങ്കിലും അത് മുഖത്ത് നോക്കി പറയാൻ പാടുവോ മോള്? വാ, ഞാൻ കൂടണോ കുട്ടാ? എന്റെ അമ്മേ, ഇതെന്താപ്പത്? ഈ വേഷം കൂടെ സ്ഥിരാക്കിയോ? പഴനി പഴനി ഹരഹരോ ഹരഹര. എന്റെ ഹരിഹരൻ എങ്ങോട്ട് പോയേ? ഹരഹരോ ഹരഹര. ഉച്ചത്തേക്കുള്ള ചോറും കറിയും ഒക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. സമയത്തിനൂടെ ഉണ്ടാവണം, കഴിക്കുകയും വേണം. ദാ വരണു. എടി ഭദ്രേ, എടേ ഒരു 500 രൂപ എടുത്തേ. എന്റെ ഇല്ല. നോണ പറയേണ്ട കാലത്തെ ഇങ്ങെടുക്ക്, ഞാനങ്ങ് തരാം. ഓ, തന്നെ. ആകെയുള്ള പൈസ പലചരക്കടയിൽ കഴിഞ്ഞ മാസം നിർത്തിയത് കൊടുക്കാനുണ്ട്. അത് ഞാൻ കൊടുത്തോളാം. നീ ഇവിടുത്തെ സമയം കളയല്ലേ, തൃശ്ശൂർ എത്താനുള്ള. ഒരു വഴിക്ക് പോകുമ്പോ കീശ കാശില്ലാതെ എങ്ങനെയാ? ഇങ്ങോട്ട് എടുക്കടി. ഇങ്ങനെ വെന്ത് ചീഞ്ഞാ തിന്നാൻ കൊള്ളുവോ? വേറെ ഉണ്ടാക്കാം. ഹരഹരോ ഹരഹര. ഹരഹരോ ഹരഹര. ഹരഹരോ. എന്റെ ഈശ്വര, എന്താ ചെറിയമ്മ കാണിച്ചേ? എന്താ? ആ ചോറിന്റെ കാലം എടുത്ത് കിണറ്റിലിട്ടു. എനിക്ക് വയ്യ എന്റെ തേവരെ. അത് വെന്ത് ചീഞ്ഞു പോയി ഹരഹരോ. വേറെ നല്ല ചോറ് ഞാൻ ഉണ്ടാക്കി തരാം ഹരഹരോ. പൊയ്ക്കാന്റെ അമ്മീന്ന് ഇല്ലെങ്കിൽ ചൂലെടുത്ത് മയക്കും. ഹരഹരോ ഹരഹര. എന്റെ അമ്മേ, എന്താ പ്രശ്നം? നമ്മുടെ ഇത്ര ഡ്രമാറ്റിക് ആയിട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ തടി കുറയ്ക്കാനുള്ള ഓട്ടോ ആണെങ്കിൽ വാഹനങ്ങൾ ഇല്ലാത്ത വഴികളാവും നന്നാവുക. അമ്മേ, ഇതാണ് ഭദ്ര. ചേടാ, ഇതെങ്ങനെ? നിന്റെ മുഖത്തുണ്ടല്ലോ ഒരു എലിപ്പ ചിരി. അല്ല, ഇത് എവിടുന്ന ഓടി വരണേ? വല്ല പട്ടിയും കടിക്കാൻ വന്നോ? ആ പട്ടി. പട്ടിയല്ല, എരുമ. എരുമ കടിക്കാനോ? വാ കേറ്, ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ വേണ്ട ഡോക്ടർ, ഞാൻ പൊയ്ക്കോളാം. അമ്മ വിളിക്കാഞ്ഞിട്ടായിരിക്കും. നീ വിളിച്ചു കഴിഞ്ഞില്ലേ ആദ്യം? വാ മോളെ. അയ്യോ വേണ്ടമ്മേ. അയ്യോ, ആരാ അത്? ഭ്രാന്ത. കല്ലൊക്കെ എടുത്തെറിയ. ഞങ്ങള് വന്ന് രക്ഷയായിന്ന് പറ. കേറാലോ? കേറിക്കോ കേറിക്കോ. മനുഷ്യന്റെ പിത്തടക്കിയാലോ ഓരും പട്ടോള് ഇങ്ങോട്ട് വരാൻ. എത്ര നാളായി ഞാൻ ഒരു അവസരം നോക്കി ഇരിക്കുകയായിരുന്നു. ഇപ്പോഴാ നിന്നെ ഒന്ന് കൈ കിട്ടിയത്.
പനച്ചിത്തറ ചാത്തന സ്വപ്നത്തിൽ വന്ന് വെളിപ്പെട്ടത്. നിന്നെ കൊണ്ടുപോയി കിണറ്റി തള്ളിയിട്ട് അത് മൂടണമെന്ന്. ഇന്ന് ഞാനത് നടപ്പാക്കും. കിടന്ന് പിടയ്ക്കണ്ട, ഇങ്ങോട്ട് വരാൻ. എന്താ പല കള്ളന്മാരും കേറിയോ? തെച്ചിക്കാട്ടിൽ അച്യുതൻകുട്ടിയുടെ വീട്ടില് വേറൊരു കള്ളം കയറ്. അച്ചൂട്ടിയെ ഇതങ്ങോട്ട് സ്വീകരിച്ചോളണേ എന്റെ പനച്ചിത്ര ചാത്ത. അച്ചൂട്ടിയെ ഞാൻ അപ്പുറത്തൊന്ന് നോക്കിട്ട് വരാം. കുടുങ്ങിയല്ലോ എന്റെ ചാത്ത, മിണ്ടിപ്പോരുത്. ദൈവമേ, ചെറിയമ്മേ, എന്തായി കാണിക്കണേ? അമ്മേ, ഓടിവാ. വിടില്ല, കുട്ടി മാറി നിൽക്കൂ. ഇയാളെ കിണറ്റി തള്ളിയിട്ട് അത് മൂടണം. തറവാടിന്റെ സമസ്ത പ്രശ്നങ്ങൾ അപ്പോഴേ മാറും. ചെറിയമ്മേ, സ്ഥിര ബുദ്ധി ഇല്ലാണ്ട് കാട്ടണല്ലേ? സ്ഥിര ബുദ്ധി തെളിയാനായത്. കൊലക്കുറ്റത്തിന് ബാക്കിയുള്ളവർ കൂടി അകത്താക്കാനാ പ്ലാൻ. ഒന്നെങ്കിൽ ചങ്ങലക്കിടണം, ഇല്ല അച്ഛ വല്ല ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോയി അടയ്ക്കണം. കണ്ണു മുമ്പിൽ കാണരുത്. അമ്മാവാ, എന്റെ മുണ്ട് കുപ്പായ എടുത്തേക്ക്. ഞാനിപ്പോ പോവാ എന്റെ വീട്ടിലേക്ക്. ഇന്നിനി ബസ് ഉണ്ടാവും. എന്താ ഇവിടെ പതുങ്ങി നിക്കണേ? കിണറ്റിൽ എന്തെങ്കിലും കൊണ്ട് നിക്ഷേപിക്കാനാണ് പരിപാടിയെങ്കിൽ വേണ്ടാട്ടോ. ഞാൻ അച്യുതൻകുട്ടിയേട്ടനെ വിളിക്കും. ഞാൻ പോയി. അതാ നല്ലത്. എന്റെ രാമോരെ തൽക്കാലം നീതി പിടിക്കുക. അഞ്ച് ബാക്കിയോ? ബാക്കി ഇതുപോലെ തരാം. എന്നെ ഇനി ഇങ്ങനെ നടത്തിക്കരുത്. നടക്കേണ്ടി വരും. എടാ, നിന്റെ കാശ് എന്റെ ഇലവ ഞാൻ എത്ര നടന്നു. ഇനി ഇത് നിന്റെ കിട്ടാൻ നീ ഇന്ന് അടക്കണം. പോനല്ലേ പറഞ്ഞ കൊടുത്ത തന്നെ വേണം പറയാൻ. അമ്മേ, ഈ അലമാരിയിൽ വെച്ച കാശ് കാണില്ല. അച്ചൂട്ടി ഇതിനകത്ത് കയറി പമ്മി തിരയുന്നത് ഞാൻ കണ്ടു. മോളെ, അവൻ കട്ടതാവും. ഒഴിഞ്ഞു. ആ തെക്കും പുറത്തൊരുത്തരുണ്ടല്ലോ, ഇലക്ട്രിസിറ്റി ബോർഡിലുള്ള ഒരു, എന്താ അവന്റെ പേര്? അവന്റെ ഭാര്യയ്ക്ക് ഒരു ട്രാൻസ്ഫർ വേണമെന്ന്. മിനിസ്റ്ററും ഞാനും ക്ലോസ് ആണെന്ന് അറിഞ്ഞിട്ട് വന്ന തിരുവനന്തപുരം വരെ ഒന്ന് പോയാ മതി. ഉറുപ്പി 50,000, അത് മുൻകൂർ തരാമെന്ന്. മുഖമടച്ചൊരു ആട്ടു കൊടുത്തിയാൻ. അച്യുതൻകുട്ടിയെ കൂടി അഴിമതിയുടെ അഴുക്കിയാലും വീഴ്ത്താനാ. ഏട്ടാ, നീ എന്റെ ഷർട്ട് മുണ്ട് വിസിരിട്ടോ. ആ പണം ഇങ്ങ് തന്നേക്ക്. ഏത് പണം? ഭാമയുടെ ആവശ്യത്തിനു വേണ്ടി പലരുടെ കയ്യിൽ നിന്ന് വേർന്ന് ഞാൻ ഉണ്ടാക്കിയ രൂപയത്. അവളോട് പറഞ്ഞ അവധിയെല്ലാം ഇപ്പൊ തന്നെ തെറ്റി. ഇന്നെങ്കിലും അവക്കത് കൊടുത്തയച്ചില്ലെങ്കില്